ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടം. നമുക്കെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ ആഗ്രഹമുണ്ട്. കർത്താവിന് ഇഷ്ടമാണെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യാം, ഈ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. എന്തിന്? രോഗം വന്നാൽ സ്തോത്രം ചെയ്യണം, പ്രിയപ്പെട്ടവർ വിട്ടുപോയാൽ സ്തോത്രം ചെയ്യണം, എന്താണ് പറയുന്നത്? പരീക്ഷ തോറ്റാൽ സ്തോത്രം ചെയ്യണം, ജോലിക്ക് അപേക്ഷിച്ചു ജോലി കിട്ടിയില്ലെങ്കിൽ സ്തോത്രം ചെയ്യണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മക്കളെ കിട്ടിയില്ലെങ്കിൽ സ്തോത്രം ചെയ്യണം. അതാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും അതെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്തെല്ലാം സംഭവിച്ചാലും അത് നന്മയ്ക്കാക്കി മാറ്റും. ദൈവം മാറ്റും, നന്മയ്ക്കാക്കി മാറ്റും. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അതിൽ ഒരു കാര്യം ഉറപ്പാണ്, നാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. അത് നമ്മൾ കർത്താവ് വിളിച്ചു തരുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. റോമർ 8:28 വായിക്കൂ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് നന്മയ്ക്കായി കർത്താവ് മാറ്റി തരികയുള്ളൂ. ഞാൻ പാപത്തെ സ്നേഹിച്ച് ജീവിച്ചാൽ എനിക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി കർത്താവ് മാറ്റി തരികയില്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തരും, നന്മയ്ക്കായി കൂടി വ്യാപരിക്കും, നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തരും. എന്തു വന്നാലും അത് നന്മയ്ക്കാക്കി മാറ്റിത്തരും. തിന്മയ്ക്കായിട്ടാണ് വരുന്നത്, ചിലപ്പോൾ തിന്മയ്ക്കായിട്ട് തന്നെയായിരിക്കും. പിശാചിൻ്റെ ഉപദ്രവങ്ങൾ വരുന്നു, പെട്ടെന്നുള്ള അത്യാഹിതം സംഭവിക്കുന്നു, അത് പിശാച് ചെയ്യുന്നത് തന്നെയാണ്. ഈ അത്യാഹിതങ്ങൾ, ആക്സിഡൻസ് എല്ലാം പിശാച് ചെയ്യുന്നതാണ്. പക്ഷേ അത് തിന്മയ്ക്കായിട്ടാണ് പിശാച് ചെയ്തതെങ്കിലും അത് നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തരും. അതാണ്. ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, എങ്ങനെയാണ് നന്മയ്ക്കാകുന്നത്? നമുക്ക് മനസ്സിലാവുകയില്ല. പ്രിയപ്പെട്ട അപ്പൻ മരിച്ചു പോകുന്നു, അതെങ്ങനെയാണ് നന്മയ്ക്കായി തീരുന്നത്? നമുക്ക് മനസ്സിലാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, എല്ലാം നന്മയ്ക്കാക്കി മാറ്റിത്തരും. തിന്മയ്ക്കായിട്ടാണ് പിശാച് ചെയ്യുന്നത്, പിശാചാണ് ദൂരം ചെയ്യുന്നത്. ഏത് ദോഷവും ചെയ്യുന്ന പിശാചാണ്. അത്യാഹിതം വരുത്തുന്നത് പിശാചാണ്, അപകടം വരുത്തുന്നത് പിശാചാണ്, രോഗം വരുത്തുന്നത് പിശാചാണ്, കേടുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുത്തുന്നത് പിശാചാണ്, തകർച്ചകൾ വരുത്തുന്നത് പിശാചാണ്. പക്ഷേ ഈ ഭീകരനായ പിശാച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ അതെല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റിത്തരും. ആത്യന്തിക നന്മയ്ക്കായി, ആത്മാവിൻ്റെ നന്മയ്ക്കായി ദൈവം മാറ്റിത്തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരു വയസ്സിൽ അപ്പൻ മരിച്ചു. എന്തൊരു ദുരിതം പിടിച്ച കാലമായിരുന്നു. ഇന്ന് ഈ ഒരു വയസ്സുള്ള കൊച്ചുങ്ങളെയൊക്കെ കാണുമ്പോൾ ഈ പ്രായത്തിൽ ഞാൻ അപ്പനില്ലാതെ ജീവിച്ചനാണല്ലോ എന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. ഒരു വയസ്സിൽ അപ്പൻ മരിച്ചു. അമ്മയുടെ കരച്ചിൽ, ആ ഏങ്ങലടികൾ, നെഞ്ചത്തടിച്ചുള്ള കരച്ചിൽ, അതെല്ലാം കേട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു മ്ലാനത പരന്നു. പക്ഷെ ഒരിക്കലും പ്രാർത്ഥനയൊന്നും മുടക്കിയില്ല. പ്രാർത്ഥനകളൊക്കെ നടന്നു. കൃത്യമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. 2 നേരം നമസ്കാരമുണ്ട്. അമ്മ ഒരുപാട് വേദപുസ്തകം വായിക്കായിരുന്നു, ധാരാളം വായിക്കായിരുന്നു. ഒരു അധ്യായമെങ്കിലും ഒരു ദിവസം വായിക്കാനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ദുരിതം പിടിച്ച അവസ്ഥയിലും രാത്രി വെളുപ്പാങ്കാലത്ത് ഒരു 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന എനിക്ക് തോന്നുന്നത് മയ്യലിൻ്റെ പ്രാർത്ഥന എന്ന് പറയും. പാതിരാത്രിയുടെ പ്രാർത്ഥന മുതൽ
എല്ലാ പ്രാർത്ഥനയും എല്ലാ കൗമയും ചൊല്ലി കുമ്പിട്ട് 1 മണിക്കൂറിലേറെ പ്രാർത്ഥന സമയം ഉണ്ടാവും. ഇങ്ങനെയെല്ലാം ഒരു വിധത്തിൽ കഷ്ടപ്പെട്ടൊരു ജീവിതമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ഓർക്കുകയാണ്, ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബക്കാരും മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നവരായിരുന്നു, ഞാനും അവരെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ കുടുംബക്കാരും മാനസാന്തരപ്പെട്ടില്ല. അവർക്ക് ഈ കൂട്ടായ്മയോട് ഇഷ്ടമുണ്ടായില്ല. അന്ന് പള്ളിയിലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പള്ളിയിൽ കൂട്ടായ്മയിൽ അവർ വരുമായിരുന്നില്ല. പക്ഷെ അവിടെ പോകാൻ എനിക്കിടയായത് ഞാനൊരു അനാഥനായതുകൊണ്ടാണ്. ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എനിക്കിടയായത് ഞാൻ അഗതിയായതുകൊണ്ടാണ്. അതുകൊണ്ട് നന്നായി അപ്പൻ മരിച്ചതുകൊണ്ട് ദൈവം നന്മയ്ക്കാക്കി മാറ്റി. അനാഥനായി തീർന്നത് ദൈവം നന്മയ്ക്കാക്കി മാറ്റി. ഞാൻ അഗതിയെപ്പോലെയായി തീർന്നത് ദൈവം നന്മയ്ക്കാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ ഓർക്കുന്നു, ദൈവം എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 17-ാമത്തെ വയസ്സിൽ ജീവിതം സമർപ്പിക്കാനിടയായി. അതുകൊണ്ട് എൻ്റെ ജീവിതം അഭിവൃദ്ധിപ്പെട്ടു. പഠിത്തത്തിൽ അഭിവൃദ്ധിപ്പെട്ടു, സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടു, ജോലിയിൽ അഭിവൃദ്ധിപ്പെട്ടു, എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി കിട്ടി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ നിങ്ങൾ പഠിക്കൂ. എല്ലാറ്റിനും കർത്താവേ സ്തോത്രം. ഒരു നല്ല പുസ്തകമുണ്ട്, പ്രിസൺ ടു പ്രൈസ്. മറ്റു പുസ്തകം പവർ ഇൻ പ്രൈസ്. പ്രിസൺ ടു പ്രൈസ്, തടപുറയിൽ നിന്ന് പുകഴ്ചയിലേക്ക് എന്നുള്ള പേരിൽ മലയാളത്തിലുണ്ട്. വായിച്ചാൽ നല്ലതാണ്. പ്രിസൺ ടു പ്രൈസ്, ഇംഗ്ലീഷ് അറിയാവുന്ന ഇംഗ്ലീഷ് തന്നെ വായിച്ചാൽ നല്ലതാണ്. പവർ ഇൻ പ്രൈസ്, സ്തുതിക്കുന്നുള്ള ശക്തി. പവർ ഇൻ പ്രൈസ്. ഞാൻ ഈ പുസ്തകങ്ങളെല്ലാം ഇവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകങ്ങൾ നഷ്ടപ്പെടാൻ വരരുത്. എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളിവിടെ ഉണ്ടായിരിക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3000 പുസ്തകമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് മുഴുവനൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ചിലതെല്ലാം വായിച്ചു, ചില ഭാഗങ്ങൾ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്കത് വായിച്ചാൽ മനസ്സിലാകാനുള്ളതായ വിദ്യാഭ്യാസം കർത്താവ് തന്നു. ഇതിനെല്ലാം കാരണം വാസ്തവത്തിൽ ഞാനൊരു അനാഥനായി പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നുമായ കെടുതി കർത്താവ് നന്മയ്ക്കാക്കി മാറ്റി. എപ്പോഴും സന്തോഷിപ്പിൻ, എഴുതാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ സ്തോത്രം ചെയ്യാൻ നിങ്ങൾ പഠിക്കൂ. നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലൊരു വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഇടപെടാതെ അർപ്പിക്കുക. സ്തോത്രയാഗം അതൊരു യാഗമാണ്. ഈ യാഗം ഇടപെടാതെ അർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പപ്പായുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട്. പപ്പ ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ പപ്പ ഒരുമിച്ച് യാത്ര ചെയ്തു. ട്രെയിനിലാണ് പോകുന്നത്, കാറിലല്ല. ട്രെയിനിലിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പപ്പ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. സ്തുതിച്ച് പുറമേ ശബ്ദം കേൾക്കില്ല, ചുണ്ട് പയ്യെ അനങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴും സ്തുതി. അപ്പോഴാണ് എനിക്ക് വാക്യത്തെ അർത്ഥം മനസ്സിലായി. ഇടപെടാതെ അർപ്പിക്കുക. സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഇടപെടാതെയുള്ള സ്തുതിയായിരുന്നു, ഇടപെടാതെയുള്ള സ്തുതി. അതെല്ലാം ഞാൻ കണ്ടെങ്കിലും ഞാൻ അതൊന്നും അനുകരിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇടപെടാതെ അർപ്പിക്കുക. സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഇടപെടാതില്ലാതെ സ്തുതിക്കുക. എന്തിനും സ്തുതിക്കുക. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. സ്തോത്രം. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് ദുരിതങ്ങൾ വന്നാലും സ്തോത്രം ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. സ്തോത്രം ചെയ്യുക. ഏത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും സ്തോത്രം ചെയ്യാൻ പഠിക്കുക. സ്തോത്രം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി വരട്ടെ. ഈ സ്തോത്രം, സ്തുതി. നമുക്കറിയാം, പിതാക്കന്മാരൊക്കെ സ്തുതിച്ചു അറിയാം.
ഇതാക്കുമ്പോൾ ഗാനങ്ങൾ നമുക്കറിയാം. നിസ്തുതിയും ഹാലേലുയ്യായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി അയ്യോ ചെയ്യരുതേ, ഞാൻ പാതയെന്നറിയുന്നേ, സർവഘടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവെന്നേ, മൗനം മൃതിയാൽ ഞാൻ പോകും, നീക്കുക കൃപയാലെൻ പാപം. പാപം മാറിയാൽ സ്തുതിക്കാൻ സാധിക്കും. സ്തുതി ശബ്ദത്തിൽ മാത്രം പോരാ, അത് ഉള്ളത്തിൽ നിന്ന് വരണം. ഉള്ളത്തിൽ ആ സ്തുതി എപ്പോഴും ഹൃദയത്തിലുണ്ടായിരിക്കണം, ശത്രു എടുക്കുകയില്ല. അതൊരു തിരിയുന്ന വാളാണ്. നമുക്ക് ചുറ്റൊരു വാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സ്തുതി ശത്രു എടുക്കാൻ പറ്റുകയില്ല. ആ വാളിൻ്റെ വായുത്തിലേറ്റ് ശത്രു മുറിഞ്ഞു പോകും, മുറിഞ്ഞു വീഴും. സ്തുതി നമ്മുടെ ജീവിതത്തിൽ ഈ സ്തുതി നിലനിൽക്കണം. സ്തുതിയും സ്തോത്രവും പിതാക്കന്മാർ പ്രാർത്ഥിക്കുമല്ലോ, സ്തുതിയും സ്തോത്രവും പുറമേയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരം എഴുതാതെ കയറ്റി ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും സ്തുതിയാവില്ലല്ലോ. ഒക്കെ പ്രാർത്ഥിക്കാം, ഉരുവിടാം, പുസ്തകത്തിൽ നോക്കി വായിക്കാം, വേണമെങ്കിൽ നല്ല ഈണത്തിൽ നല്ല ഇമ്പകരമായി പ്രാർത്ഥിക്കാം, വളരെ ആകർഷണീയമായി പ്രാർത്ഥിക്കാം. പക്ഷെ അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല. ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ വിതുമ്പലുകൾ വരും ഉള്ളത്തിൽ നിന്ന്. ബഹുമാനപ്പെട്ട കെ.ഒ. തോമസിൻ്റെ വിശുദ്ധ കുർബാനയ്ക്ക് വലിയ ആഡംബരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ലളിതമായിട്ട്, ഒരു നീട്ടിയോ കുറുക്കിയോ ചൊല്ലോ ഒന്നുമില്ല, വളരെ ലളിതമായിട്ട്. ഒരവസരത്തിൽ ഞാൻ ഓർക്കുന്നു, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അതങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനങ്ങ് തുള്ളുകയായിരുന്നു എൻ്റെ ഉള്ളം, പുറമെയല്ല. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ പ്രാർത്ഥന അത് ഉള്ളത്തെ തൊട്ടു. അങ്ങനെയുള്ള പട്ടക്കാരുണ്ടായിരുന്നു, അങ്ങനെയുള്ള അനുഗ്രഹീതരായ ദൈവദാസന്മാരുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ സ്തോത്രം ഇടപെടാതെ പ്രാർത്ഥിക്കുക. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, എല്ലാറ്റിനും വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. നിഷ്കളങ്ക ഹൃദയം നമുക്കുണ്ടെങ്കിൽ സാധിക്കും. നിഷ്കളങ്ക ഹൃദയം നിഷ്കളങ്കമായിരിക്കട്ടെ. ഒരിക്കലും ഹൃദയത്തിൽ കയ്പുണ്ടായിരിക്കരുത് ആരോടും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ എളിമയോടെ പറയട്ടെ, എനിക്ക് ആരോടും കയ്പ് വരാതെ കർത്താവ് എന്നെ കാക്കുന്നു. ഒരു കയ്പും ആരോടും വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം എന്നോട് വായിക്കൂ, എബ്രായ ലേഖനത്തിലെ വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഈ സ്തോത്രം ഒരു യാഗമാണ്, അത് ആരാധനയാണ്, അത് സ്തുതിയാണ്. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. അത് സ്തോത്രം അതൊരു വിശുദ്ധ കുർബാനയാണ്, അത് ഒരു ബലിയാണ്. നിങ്ങൾക്കിതൊന്നും ഇപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. നിങ്ങൾ ആത്മാവിൽ വിശുദ്ധ കുർബാന കണ്ടാൽ, കുർബാനയിൽ നിങ്ങൾ ആത്മാവിൽ സംബന്ധിച്ചാൽ, പട്ടക്കാരനാരുമാകട്ടെ, ആത്മാവിൽ നിങ്ങൾ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിച്ച കുർബാന കണ്ടാൽ എന്തൊരു ശക്തിയാണെന്നറിയാമോ, എന്തൊരു പ്രകാശമാണെന്നറിയാമോ. ആത്മാവിൽ നിങ്ങൾ നിൽക്കുന്നുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കണം, വിശുദ്ധ കുർബാന കാണണം. അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന കൊള്ളുന്നതല്ലോ, അതല്ല, വിശുദ്ധ കുർബാന കാണണം. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രമാകുന്നു. സ്തോത്രമാണത്, അത് ആരാധനയാണ്, അത് സ്തുതിയാണ്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും പ്രയാസം വരുമ്പോൾ ദൈവത്തിന് സ്തോത്രത്തെ പറയാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? ഏതെങ്കിലും ഭാരം വരുമ്പോൾ ദൈവത്തിന് സ്തോത്രത്തെ പറയാൻ പറ്റാറുണ്ടോ? ఎంత ലളിതമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഒട്ടും യാതൊരു കാഠിന്യമില്ലാതല്ലേ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ഉയരാറുണ്ടോ? മനസ്സിൽ സ്തുതി ഉയരാറുണ്ടോ? നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? ഒരു കാര്യം ചെയ്യൂ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ അനുസരിച്ചാൽ മതി. ലളിതമാണ്.
നിങ്ങൾ ഒരിടത്ത് മാറിയിരിക്കുക. ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കുക. കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ ഓരോന്ന് പെറുക്കിയെടുക്കുക. നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് ജന്മം തന്നത്, ബാല്യത്തിലെ അരിഷ്ടതകൾ കൂടാതെ അതെല്ലാം മാറ്റി നിങ്ങളെ ജീവിക്കാൻ കർത്താവ് അനുവദിച്ചത്, പിന്നെ ബാല്യം കഴിഞ്ഞ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നു തുടങ്ങിയത്, നിങ്ങൾ വിദ്യാഭ്യാസം പയ്യെ അഭിവൃദ്ധിപ്പെട്ടത്, അങ്ങനെ ഓരോന്ന് പെറുക്കിയെടുക്കുക. അപ്പോൾ ആ കാലങ്ങളിൽ നിങ്ങൾക്ക് രോഗം വന്നപ്പോൾ ആ രോഗം സൗഖ്യമാക്കി തന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നുപോയി, ഒരു പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് കടുത്ത ദുഃഖം വന്നു, എങ്കിലും ഭാഗ്യവശാൽ നിങ്ങളെ അത് നിലട്ടാതെ നിങ്ങൾക്ക് പിന്നെയും മുന്നോട്ട് ജീവിക്കാൻ കർത്താവ് കർവ് തന്നത്. ഇങ്ങനെ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തേക്ക് നോക്കി നന്മകൾ പെറുക്കിയെടുക്കുക. നിങ്ങൾക്ക് ലഭിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നന്മയുടെ കാര്യങ്ങൾ നിങ്ങൾ പെറുക്കിയെടുക്കുക, എല്ലാം പെറുക്കിയെടുക്കുക. ഓരോന്നും എടുത്തിട്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, കുറേ നേരം നിങ്ങൾ സ്തുതിച്ച് കഴിയുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് വരും. വ്യക്തമാണ്. നിങ്ങൾക്ക് ആരോഗ്യം തന്നത്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നത്, നിങ്ങൾക്ക് ഭാഷാപരിചയം തന്നത്, നിങ്ങൾക്കൊരു കൂട്ടായ്മ തന്നത്, നിങ്ങൾക്ക് ദൈവമക്കളെ ഒരു പരിചയം തന്നത്, കൂട്ടായ്മയിൽ കൂടി വചനത്തിൻ്റെ ശക്തി ലഭിക്കാൻ ഇടയായത്, ഓരോന്നിങ്ങനെ പെറുക്കിയെടുക്കുക. ഓരോന്ന് പെറുക്കിയെടുത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശക്തി വരും. സ്തോത്രം. സ്തുതിക്കുമ്പോൾ ഏതോ ഒരു അപ്രമേയ ശക്തി നിങ്ങളുടെ ചുറ്റും നേരിടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. കർത്താവ് നിങ്ങൾ അരികത്ത് വന്നു നിങ്ങൾക്കൊരു ബോധ്യം വരും. സ്തുതിക്കുക. പക്ഷേ പല പാപങ്ങൾ നിങ്ങൾക്ക് വന്നു, ആ പാപങ്ങൾ നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് സ്തുതിക്കുക. നിങ്ങൾക്ക് വന്നുപോയ പാപങ്ങൾ കർത്താവോട് തുറന്ന് പറഞ്ഞിട്ട്, കർത്താവെ ക്ഷമിക്കണമേ, തിരക്താൽ കഴുകണമേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുക. വിശ്വാസത്തോടെ സ്തുതിക്കുക. അപ്പോൾ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം വന്ന് നിങ്ങളെ തഴുകുന്ന നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടക്കി നിങ്ങളെ അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങലടിച്ച് കരയാൻ തുടങ്ങും. കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങലടിച്ച് കരയും. അപ്പോഴാണ് നിങ്ങൾ ഓർക്കുക, എൻ്റെ കർത്താവേ നീ എത്ര നല്ലവനാണെന്ന് ഓർക്കാൻ തുടങ്ങുന്നത്. എൻ്റെ ദൈവമേ നീ എത്ര നല്ലവനാണ്. നല്ലവനായ യേശുവേ നിനക്ക് സ്തുതി. സ്തുതിക്കുന്നതോറും സ്തുതി വർദ്ധിച്ചു വരുന്നു. നല്ലവനായ യേശുവേ നിനക്ക് വണക്കം, നിനക്ക് സ്തുതി, നിനക്ക് വന്ദനം. ദൈവമേ നിനക്ക് സ്തോത്രം. നല്ലവനായ യേശുവേ നിൻ്റെ തിരക്തം കഴുകുന്നതിനാൽ നിനക്ക് സ്തുതി. യേശുവേ എൻ്റെ പാപക്കറകളെല്ലാം കഴുകുന്നതിനായി നിനക്ക് സ്തുതി. യേശുവേ നീ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചതിനായി നിനക്ക് സ്തുതി. യേശുവേ നിൻ്റെ തിരക്തം എനിക്ക് വേണ്ടി നീ ഒഴുക്കിയതിനായി നിനക്ക് സ്തുതി. എൻ്റെ യേശുവേ നിൻ്റെ ആണിപ്പാടുകൾ എനിക്ക് അനുഭവമാക്കി തന്നതിനായി നിനക്ക് സ്തുതി. ആണിപ്പാടുകൾ കൂടി ഒഴുകുന്നതായി തിരക്തം കഴുകുന്നതിനായി നിനക്ക് സ്തുതി. യേശുവേ എൻ്റെ മേൽ നിൻ്റെ കരം വെച്ചതിനായി എനിക്ക് സ്തുതി വർദ്ധിക്കുന്നു, സ്തുതി ഉയരുന്നു, സ്തുതി പൊങ്ങുന്നു. അപ്പോൾ വേദനകളെല്ലാം മാറുന്നു. കർത്താവേ ഈ രോഗം മാറ്റിയതിനായി എനിക്ക് സ്തുതി. കർത്താവേ രോഗത്തിന് ചികിത്സ ചെയ്തിട്ട് മാറാത്തതിനായി എനിക്ക് സ്തുതി. കർത്താവേ പരീക്ഷ തോറ്റതിനായി എനിക്ക് സ്തുതി. കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേട്ടില്ല എന്നുള്ള അനുഭവം വന്നിട്ടും ഞാൻ അല്പം പോലും തളരാതിരിക്കുന്നതിനായി എനിക്ക് സ്തുതി. സ്തുതിക്കുക. സ്തുതിയിൽ കൂടി കയറി പോവുക, സ്വർഗത്തിലേക്ക് കയറി പോവുക. എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്തുതിയിൽ കൂടി ഉയരാം, സ്തുതിയിൽ കൂടി ഉയർന്നു പോകാം, സ്തുതിയിൽ കൂടി യേശുവിൻ്റെ അരികിലേക്ക് പറന്നെത്താം. സ്തുതി ചിറകാണ്, സ്തുതി പറക്കലാണ്, സ്തുതി സ്തോത്രമാണ്. അത് ചിറകടിച്ച് പറക്കുന്നതാണ്. ഈ സ്തുതി കുറേ നേരം നിങ്ങൾ ഇങ്ങനെ നന്മകൾ ഓർത്ത് സ്തുതിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആത്മാവിലായി കഴിയും. അപ്പോൾ നിങ്ങൾ ചിറകടിച്ച് പറക്കുന്ന അനുഭവം നിങ്ങൾ ലഭിക്കും. നിങ്ങൾ ആത്മാവിൽ പറന്ന് യേശു ക്രിസ്തുവിൻ്റെ അരികിലെത്തുന്ന അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആ സ്തുതിയുടെ ചിറകിൽ നിങ്ങൾ പറന്ന് പോകുന്ന നിങ്ങൾ അനുഭവിക്കാം. കർത്താവിന് സ്തോത്രം. അങ്ങനെ ആത്മീയമായൊരു ആനന്ദാനുഭൂതിയിൽ നിന്ന് ലയിക്കും. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ ആത്മീയമായ അനുഭവം എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഈ ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വേണമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ബലഹീനനായ ഞാനും ആഗ്രഹിക്കുന്നു.
ഈ ഭാഗ്യാനുഭവം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങളും ആഗ്രഹിക്കുക. എല്ലാം മറക്കുക, വീഴ്ചകൾ അതുപോലും നന്മയ്ക്ക്. കർത്താവേ നിനക്ക് സ്തുതി. ദൈവമേ, അബദ്ധങ്ങൾ പറ്റി അത് നന്മയ്ക്കാക്കി മാറ്റി. കർത്താവേ നിനക്ക് സ്തുതി. തെറ്റുകൾ പറ്റി അതും കർത്താവ് കാണുന്നു. കർത്താവേ നിനക്ക് സ്തുതി. പാപങ്ങൾ വന്നു, നീ കാണുന്നു. കർത്താവേ അതെല്ലാം കഴുകാൻ നിൻ്റെ തിരക്തമുണ്ടല്ലോ, നിനക്ക് സ്തുതി. ഇങ്ങനെ സ്തുതിയിൽ കൂടി നിങ്ങൾ പറന്ന് പറന്ന് ദൈവസിംഹാസനത്തിനരികിലേക്ക് എത്തുക. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലേക്ക് പറന്ന് ചെല്ലുക, പറന്ന് പറന്ന് ചെല്ലുക. കർത്താവിന് സ്തോത്രം. സ്തുതിയുടെ ചിറക് ധരിച്ചുകൊണ്ട് പറന്ന് ചെല്ലുക. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ സ്തുതി നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ സ്തുതി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹമുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ സ്തുതി നിങ്ങളുടെ നാവിന്മേൽ വരച്ച് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഈ സ്തുതി നിങ്ങളുടെ ചുറ്റും വന്ന് പരിലസിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ സ്തുതി നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കടന്നു വന്ന് ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ആ സ്തുതി നിങ്ങളുടെ നാവിന്മേൽ നൃത്തം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തിരക്തം സകല പാവവും ഒക്കെ ശുദ്ധീകരിക്കുന്നുള്ള വിശ്വാസത്തോടെ ഇപ്പോൾ നിങ്ങൾ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ സ്തുതി ഇന്ന് എനിക്ക് രുചിപ്പാൻ കൃപ തരണമേ. ഈ സ്തുതിയുടെ മധുരം അനുഭവിപ്പാൻ എനിക്കിന്ന് ഭാഗ്യം തരണമേ. ഇന്ന് നാഥ, നീ എന്നോട് മനസ്സലിഞ്ഞ് ഈ സ്തുതിയുടെ ആത്മാവിൽ എന്നെ ഉയർത്തിയെടുക്കണമേ. ഹല്ലേലൂയ. ആഴമുള്ള കുഴിയിൽ ഞാൻ കിടക്കുന്നു, കുഴഞ്ചേറ്റിൽ കിടക്കുന്നു. ഈ സ്തുതി വന്ന് എന്നെ ഉദ്ധരിക്കണമേ. കർത്താവേ സ്തോത്രം. എൻ്റെ യേശുവേ, എൻ്റെ പാപക്കറകളെല്ലാം കഴുകണമേ. ഈ സ്തുതി എന്നെ ഉദ്ധരിക്കണമേ. സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിലിപ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സമർപ്പിക്കുക. ഇപ്പോൾ കർത്താവോട് പറയുക, കർത്താവേ എനിക്ക് മറ്റൊന്നും വേണ്ട. യേശുവേ എനിക്ക് വേറൊന്നും വേണ്ട. എൻ്റെ യേശുവേ എനിക്ക് മറ്റൊന്നും വേണ്ട. എനിക്ക് ഒറ്റയ്ക്കൊരാഗ്രഹം മാത്രം. എൻ്റെ യേശുവിനെ സ്തുതിച്ച് സ്തുതിച്ച് എൻ്റെ കാലം തികച്ച് സ്തുതിയുടെ തേരിൽ പറന്ന് എൻ്റെ യേശുവിൻ്റെ രാജ്യത്തിലെത്തണം. മാത്രം മതി, വേറൊന്നും വേണ്ട. എൻ്റെ യേശുവേ മറ്റെല്ലാ ചിന്തകളും മാറ്റുന്നു. ഒരേ ഒരു ചിന്ത മാത്രം, മറ്റൊന്നും എനിക്ക് വേണ്ട. ഞാൻ പറന്ന് പറന്ന് എൻ്റെ യേശുവിൻ്റെ അരികിലെത്തി, എൻ്റെ യേശുവിൻ്റെ രാജ്യത്തിലെത്തി, യേശുവിൻ്റെ തിരുസന്നിധിയിലെത്തി. യേശുവിനെ എവിടെയും വാഴ്ത്തി പാടണം. നിത്യ യുഗങ്ങളോടെ യേശുവിനെ സ്തുതിക്കണം. അവിടെ എന്തെല്ലാം എനിക്ക് ലഭിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം തന്നെ ഒരുക്കിയിട്ടുള്ളത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. എന്തെല്ലാമാണ് എനിക്ക് ലഭിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇപ്പോൾ ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവിടുത്തെ ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തഴുകണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, ആവശ്യഭാരങ്ങൾ ഏറ്റെടുക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലെല്ലാം ഭദ്രമാണെന്നുള്ള ഉറപ്പും പ്രത്യാശയും നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിൽ പറന്നുയരാൻ എല്ലാവരെയും യോഗ്യരാക്കണമേ. എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.